പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോബ് പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു. ജോബ് പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് 17-ാം ദിവസമാണ് നമ്മൾ ജോബിൻ്റെ പുസ്തകത്തിലൂടെ കടന്നു പോകുന്നത്. ഒരു കുടുംബം തകർന്നു പോണതിൻ്റെ വഴികൾ എന്താണെന്ന് നമ്മൾ 1-ാം പുസ്തകം മുതൽ ജോബിൻ്റെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജോബിൻ്റെ കുടുംബത്തിൻ്റെ ജീവിത ചരിത്രമാണ് ബൈബിൾ വചനത്തിലൂടെ നമ്മൾ കേൾക്കുന്നത്. ഹല്ലേലൂയ. വചനം ശ്രവിക്കാം. അതിനു മുമ്പ് നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ പരിശുദ്ധമ്മ, യേശുവിൻ്റെ അമ്മ, നമ്മുടെ അമ്മയാണ്. ആ അമ്മയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് അമ്മയുടെ മേലങ്കിയോട് ഓരോ സഹോദരനോടും ഈ വചനം കേൾക്കുന്ന കുടുംബത്തെ ചേർത്ത് വെച്ചുകൊണ്ട്, ദൈവകൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി, കർത്താവ് ഞങ്ങളോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോനാഥൻ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വചനം ശ്രവിക്കാം. ഇന്ന് നമ്മൾ ശ്രവിക്കാൻ പോകുന്ന വചനം ജോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള തിരുവചനം. ഹല്ലേലൂയ. 26 വരെയുള്ള തിരുവചനം. ജോബ് പറഞ്ഞു, എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും. ജോബ് പറഞ്ഞു. 19-ാം അധ്യായത്തിലെ 1-ാം വാക്യം. ജോബ് പറഞ്ഞു. ഇത്രയുള്ളതാണ്. ജോബ് പറഞ്ഞു. 2-ാം വാക്യം, എത്ര കാലം നിങ്ങൾ എന്നെ പീഡിപ്പിക്കുകയും വാക്കുകൊണ്ട് നുറുക്കുകയും ചെയ്യും. വാക്കുകൊണ്ട് നുറുക്കുക, കഷ്ണമാക്കുക, കത്തിയിലെന്നുള്ള എല്ലില്ലാത്ത നാവ് കൊണ്ട് ഒരു മനുഷ്യനെ അങ്ങ് താഴ്ത്തുക. വരുന്ന സ്നേഹിതന്മാരും കൂട്ടുകാരും എല്ലാവരും വന്ന് ജോബിനെ അങ്ങാട് ഇരുത്തിക്കളയും. നുറുക്കുക എത്ര നാൾ എന്ന് ജോബ് ചോദിക്കുന്നു. 3-ാം വാക്യം, ഇപ്പോൾ 10 പ്രാവശ്യം നിങ്ങൾ എൻ്റെ മേൽ നിന്ദനം ചൊരിഞ്ഞിരിക്കുന്നു. 10 പ്രാവശ്യം നിങ്ങൾ എന്നെ വിധിച്ചിരിക്കുന്നു. ജോബിൻ്റെ വേദനയാണ്. എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. എന്നെ ദ്രോഹിക്കാൻ നിങ്ങൾക്ക് ലജ്ജയില്ല. കാരണം ജോബ് ഒരു രോഗത്താൽ കഴിയുമ്പോൾ അവിടെ വരുന്നവരെല്ലാം ജോബിനെ പഴിക്കും. ഓരോ കാരണങ്ങൾ പറഞ്ഞു. ഒരു നല്ല വാക്ക് പറയാൻ ഒരാൾ പോലും വരുന്നില്ല. ഇതാണ് മനുഷ്യൻ. എന്നാൽ ദൈവമായ കർത്താവ് എന്താ പറഞ്ഞത് നമ്മൾ അറിഞ്ഞു കേട്ടു അല്ലേ? എൻ്റെ ജോബിനെ നീ കണ്ടില്ല എന്നാണ് കർത്താവ് കഴിയുന്നത്. എൻ്റെ ജോബ്. ആർക്കെങ്കിലും അങ്ങനെ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഞാൻ തെറ്റ് ചെയ്തെങ്കിൽ തന്നെ അത് എന്നോടുകൂടെ ഇരുന്നുകൊള്ളും. ജോബ്, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നോട് കൂടെ ഇരുന്നോളും. നിങ്ങൾ എന്തിനാണ് എന്നെ വിധിക്കുന്നത് എന്നൊക്കെ ഒരു ചോദ്യമാണ് ജോബ് പറയുന്നത്. കാരണം വരുന്നവരെല്ലാം വിധിക്കാൻ വേണ്ടി വരുന്നത്. വിധിക്കുന്ന നീയും അതേ തെറ്റ് തന്നെ മറച്ചു വെച്ചിരിക്കുന്നു. അതവൻ അറിയുന്നില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ എന്നേക്കാൾ വലിയവരെന്നും ഭാവിക്കുന്നെങ്കിൽ നിങ്ങൾ
എന്നേക്കാൾ വലിയവരാണെന്ന് ഭാവിക്കുന്നെങ്കിൽ. കാരണം ജോബിനിക്ക് ഒന്നുമില്ല, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, സമ്പത്തുമില്ല, ഭാര്യയൊക്കെ വിട്ടു, ഭാര്യയൊക്കെ പോയില്ല, ഉണ്ടെങ്കിലും ഉണ്ടാട്ടമൊന്നുമില്ല. ഒരു എന്താ പറയുക, ഒരു മന്ദബുദ്ധി പോലെ ഇങ്ങനെ ആ കുടുംബം കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. മക്കളൊക്കെ നഷ്ടപ്പെട്ട് ആരുമില്ലാണ്ട് വളരെ ദയനീയമായിട്ട് ജോബ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ധൈര്യം എനിക്കെതിരെ തെളിവായി, എൻ്റെ ധൈര്യം എനിക്കെതിരായി തെളിവായി. നിങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ ദൈവമാണ് എന്നോട് ഇത് ചെയ്തതെന്നും എന്നെ വിലപ്പെടുത്തിയെന്നും നിങ്ങൾ മനസ്സിലാക്കണം. എന്നെ വിലപ്പെടുത്തിയതെന്നും നിങ്ങൾ മനസ്സിലാക്കണം. ദൈവമാണ് എന്നോട് ഇത് ചെയ്തതെന്ന് നിങ്ങൾ വിലപ്പെടുത്തണം. അതിക്രമം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നത് അതിക്രമമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല. ആരും ഉണ്ടെന്നില്ല, ആര് പറയാനാണ്? ഓരോരുത്തർ വന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞു കഴിയുമ്പോൾ ജോബ് സ്വയം ഇരുന്നുണ്ട്, ഹൃദയത്തിൽ കേവലാദികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. മുറിവിളി കൂട്ടിയാലും എനിക്ക് നീതി ലഭിക്കുന്നില്ല. നിവൃത്താലും മുറിവിളി കേട്ടാലും കരഞ്ഞാലും എനിക്ക് മറുപടി ലഭിക്കുന്നില്ല. കടന്നു പോകാൻ ആവാത്ത വിധം അവിടുന്ന് എൻ്റെ വഴികൾ മതിലി കെട്ടി അടച്ചു. കടന്നു പോകാൻ, ഈ ലോകം വിട്ട് കടന്നു പോകാൻ ആവാത്ത വിധം അവിടുന്ന് എൻ്റെ വഴികൾ മതിൽ കെട്ടി അടച്ചു. കർത്താവിനെയും പറയുന്ന ഇടയ്ക്കിടയ്ക്ക് ദൈവമായ കർത്താവ് മതിൽ കെട്ടി അടച്ചു. കടന്നു പോകാമെന്ന് കരുതുന്നുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നല്ല, പക്ഷെ പറ്റുന്നില്ല. മതിലൊക്കെ അടച്ച് എഴുന്നേറ്റ് നടക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാണ്ട് ജോബ് വളരെയധികം വേദനയോടെ കടന്നു പോയിക്കൊണ്ടിരിക്കും. എൻ്റെ മാർഗങ്ങളെ അന്ധകാരപൂർണമാക്കുകയും ചെയ്തു. എൻ്റെ മാർഗങ്ങൾ, എൻ്റെ എല്ലാ കാര്യങ്ങളും അന്ധകാരം പൂർണ്ണമാവുകയും ചെയ്തു. എൻ്റെ മഹത്വം അവിടെ നിന്ന് ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു. എൻ്റെ മഹത്വം, എൻ്റെ വില, എൻ്റെ ജീവൻ എല്ലാം എങ്ങനെയാണോ കഴിഞ്ഞിരുന്നത് അതെല്ലാം അവിടെ നിന്ന് ഉരിഞ്ഞു മാറ്റിയിരിക്കുന്നു. എൻ്റെ കിരീടം അവിടെ നിന്ന് എടുത്തു കളഞ്ഞു. അവൻ്റെ വില, അവൻ്റെ കിരീടം എല്ലാം കർത്താവിനോടും പറയുന്നു, എടുത്തു കളഞ്ഞു. ഞാൻ എന്തിന് ജീവിക്കണം? ആരുണ്ട് എനിക്ക്? ആരുമില്ല, ഒറ്റപ്പെട്ടു പോയി. ഞാനിതാ പൊയ്ക്കഴിഞ്ഞു. പറയുന്നു 10-ാം വാക്യം, ഞാനിതാ പൊയ്ക്കഴിഞ്ഞു. അവിടെ നിന്ന് എൻ്റെ പ്രത്യാശയെ വൃക്ഷത്തെ എന്ന പോലെ പിഴുതു കളഞ്ഞിരിക്കുന്നു. വൃക്ഷം പോലെ എന്നെ പിഴുതു കളഞ്ഞിരിക്കുന്നു. ഭൂമി തന്നെ ഇല്ലാണ്ടാക്കി എന്നൊക്കെ ജോബ് ഇങ്ങനെ കർത്താവിന് മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിലും എണ്ണി കരഞ്ഞു പറയുകയാണ്. എനിക്കെതിരെ അവിടുന്ന് കോപം ജ്വലിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുവായി എണ്ണിയിരിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുവായി കണക്കാക്കി. അല്ലേ? എന്നൊക്കെ ഇങ്ങനെ പറയും. കർത്താവ് അങ്ങനെയാണ് ചെയ്തതല്ല. പക്ഷെ പലരും വന്ന് ഒരു മനുഷ്യനെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ആരാണേലും പഴി പറയും. ആ ഒരു നിമിഷത്തേക്കേ ഉണ്ടാവുള്ളൂ. വീണ്ടും അത് പെട്ടെന്ന് മാറും. കർത്താവിനെ സ്നേഹിക്കാതെ തുടങ്ങും. ഹല്ലേലൂയ. യേശുവേ നന്ദി. 12-ാം വാക്യം, അവിടുത്തെ സൈന്യങ്ങൾ എനിക്കെതിരെ ഉപരോധമുയർത്തിയിരിക്കുന്നു. അവിടുത്തെ സൈന്യങ്ങൾ, ദൂതന്മാർ പലരും എനിക്കെതിരെ ഉപരോധം ഉയർത്തിയിരിക്കുന്നു. എനിക്ക്
ഒന്നും സംസാരിക്കാനോ മുണ്ടാനോ ഒന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ള വേദനയാണ് ജോബിൻ്റെ. എൻ്റെ കൂടാരത്തിന് ചുറ്റും അവർ പാളയമടിച്ചിരിക്കുന്നു. നോക്കി, എൻ്റെ വീടിന് ചുറ്റും അവർ പാളയമടിച്ചിരിക്കുന്നു. ആരാണ്? സ്നേഹിതന്മാർ, മറ്റുള്ളവരെല്ലാം പാളയമടിച്ച് കാവൽ നിൽക്കുന്നു, കുറ്റം പറയാനും വിധിക്കാനും. ഇതാണൊരു മനുഷ്യൻ്റെ ജീവിതം, കുടുംബജീവിതം. അവിടുന്ന് എൻ്റെ സഹോദരന്മാരെ അകറ്റിയിരിക്കുന്നു. അവൻ്റെ ജോബിൻ്റെ സഹോദരിമാരെയൊക്കെ കുറ്റം പറഞ്ഞ് ഇങ്ങനെ അകറ്റിക്കളഞ്ഞു. ആരും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു നിരാശ ജോബിൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പരിചയകരിൽ അപരിചിതരായി തീർന്നു. ജോബിൻ്റെ കൂട്ടുകാർ, പരിചയർ, അയൽവാസികൾ എല്ലാം അപരിചിതരായി തീർന്നു. എല്ലാവരും വെറുത്തു, എല്ലാവരും ഒറ്റപ്പെടുത്തി കളഞ്ഞു. 14 വാക്യം, ബന്ധുജനങ്ങളും ഉറ്റ സ്നേഹിതരും എന്നെ ഉപേക്ഷിച്ചു. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. കാരണം ഒക്കെ നശിച്ചു. നീ ചെയ്ത പാവം മൂലമാണെന്നൊക്കെയാണ് ഓരോരുത്തരും വന്ന് പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ അയൽവാസികളും സുഹൃത്തുക്കളും പരിചയരും എല്ലാവരും എന്നെ ഉപേക്ഷിച്ചെന്ന് ജോബ് പറയും. 15 വാക്യം, എൻ്റെ ഭവനത്തിലെ അതിഥികളും എന്നെ വിസ്മരിച്ചിരിക്കുന്നു. എൻ്റെ ഭവനത്തിലെ ജോലിക്കാരാണ്, എൻ്റെ ഭവനത്തിലെ അതിഥികളും എന്നെ വിസ്മരിച്ചിരിക്കുന്നു. എൻ്റെ ദാസിമാർ എന്നെ അന്യനായി കരുതുന്നു. എൻ്റെ ദാസിമാർ എന്നെ അന്യനായി കരുതുന്നു. ഞാൻ അവരുടെ ദൃഷ്ടിയിൽ പരദേശിയായി തീർന്നു. അവരുടെ മുമ്പിൽ ഞാനൊരു പരദേശിയായി തീർന്നു. ഒരു എന്താ പറയുക, ഒരു വഴിപോക്കൻ. ഇതുമാതിരി ജീവിച്ചുകൊണ്ടിരുന്ന ജോബ് തകർന്നു പോയപ്പോൾ എല്ലാവരിനാലും ഒറ്റപ്പെട്ടു പോയി. ഭാര്യ വരെ ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാൻ ദാസനെ വിളിച്ചാൽ അവൻ കേൾക്കുന്നില്ല. അവൻ്റെ വീട്ടിൽ ചില ദാസന്മാരൊക്കെ ഉണ്ട്, പണിക്കാരായിരിക്കും. അവരെ വിളിച്ചാൽ പോലും അവർ വിളി കേൾക്കുന്നില്ലെന്നാണ് 16 വാക്യത്തിൽ പറയുന്നത്. മൈൻഡ് ചെയ്യണില്ല. എന്താണ്? ഒന്നുമില്ല, നീര് രോഗിയായിപ്പോയി. ഇതാണ് ഒരു കുടുംബത്തിൽ ഒരാൾ രോഗമായി കടന്നു പോയിട്ടുണ്ടെങ്കിൽ വിളിച്ചാൽ പോലും വരില്ല. കാരണം വർഷങ്ങളായി കിടക്കണല്ലേ, കുടുംബങ്ങളിൽ ഉണ്ടാവും. ഞാൻ അവനോട് യാചിക്കേണ്ടി വരുന്നു. മുമ്പ് അങ്ങനെയായിരുന്നു, പറഞ്ഞാൽ ഉടനെ ഓടിയെത്തും. ഇപ്പോൾ വിളിച്ചാലും അവൻ ഒരു വിളി കേൾക്കുന്നില്ല. ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാലും കൊണ്ടുവരുന്നില്ല. യാചിക്കേണ്ടി വരുന്നു. ഒന്ന് വായി എന്നൊക്കെ പറയാനായിട്ട് കെഞ്ചാൻ തുടങ്ങി. അടുത്തതാണ് ഭയങ്കരം. 17 വാക്യം, 19 അധ്യായത്തിൽ 17 വാക്യം. എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു. എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു. എന്ന് ആലോചിച്ച് നോക്കി. ഇത് പല കുടുംബങ്ങളിലുണ്ട്, പല കുടുംബങ്ങളിൽ. നമുക്കത് ഊഹിക്കാൻ പോലും പറ്റില്ല. എന്താണെന്നാ ഞാൻ ഇങ്ങനെ ചിന്തിക്കും ചിലപ്പോൾ, എന്താണ് ഇങ്ങനെ ഇത്ര. അതേസമയം ആ ഭാര്യ ഭർത്താവായിട്ട് മിണ്ടുന്നില്ല. പല കുടുംബങ്ങളും ഉണ്ട് കേട്ടാ. ഭർത്താവായിട്ട് ഭാര്യ സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് വർത്തമാനം പറയില്ല. പക്ഷെ അയലോകത്തെ ഒരു പെണ്ണ് വരെ ഒരാൾ വന്നിട്ടില്ല, അവരുടെ കൂടെ എന്താ ചിരി, കളി, സന്തോഷം അല്ലേ. ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മൂർഖൻ പാമ്പിനെ പോലെ കൊത്താൻ പോണ പോലെയാണ് നിൽക്കുന്നത് ഭർത്താക്കന്മാർ, ഭാര്യമാർ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണം എന്നാണ് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. വേറെ ഒന്നുമല്ല,
ജീവിക്കുന്ന ദൈവമായ കർത്താവ് കൂട്ടി യോജിപ്പിച്ചതിന് അകത്താൻ ഒരു വർഗം എന്നാണ് പറയാം. വർഗം, പിശാച് വർഗം, കർത്താവ് അങ്ങനെയാണ് പറഞ്ഞത്. അത് എല്ലാ കുടുംബങ്ങളിലും അത് നമ്മൾ അറിയില്ല. ഒന്നാലോചിച്ച് നോക്കിയേ, ഇപ്പൊ കെട്ടിക്കാറായ മക്കളുണ്ട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളുണ്ട്, കെട്ടിക്കാൻ പ്രായമായി നിൽക്കുന്ന മക്കളുണ്ട്, അല്ലെ? വിവാഹം കഴിഞ്ഞ ആ ഒരു മാസം ആ സ്നേഹം ഉണ്ടോ? ആ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒട്ടും ഉണ്ടാവില്ല. കട്ടുക മണി പോലെ ഉണ്ടാവും. അവസാനം അങ്ങോട്ട് അകത്തിക്കളയും. ഞാനൊരു സംഭവം ഓർക്കുകയാണ്. എൻ്റെ തന്നെ ഒരു വിഷയമേ. അവർ താമസിക്കുന്നത് എറണാകുളത്താണ്. ധാരാളം സമ്പത്തുണ്ട്. മക്കളൊക്കെ വിദേശത്തും ബാംഗ്ലൂരും അവിടെയൊക്കെയുണ്ട് എല്ലാവരും. അപ്പോൾ അപ്പനും ഈ അമ്മയും മാത്രമേ ആ കുടുംബത്തിലുള്ളൂ. ദിവസവും പള്ളിയിൽ പോകും. ഇടയ്ക്കിടയ്ക്ക് അവർ വഴക്ക് പിടിക്കും. പക്ഷെ സ്നേഹമാണ് എല്ലാവർക്കും, രണ്ടുപേർക്കും സ്നേഹമാണ്. ഇത്ര വഴക്കെന്ന് പറയാൻ പറ്റില്ല, ഞാൻ കണ്ടുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു ദിവസം ഈ അമ്മ മരിച്ചു. അമ്മ മരണപ്പെട്ടു. അപ്പൊ ഈ ദേഹം ഒറ്റപ്പെട്ടു. ഉടനെ ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. 10-25 വയസ്സുണ്ട്. റിട്ടയർഡായി ഇങ്ങനെ കഴിയുകയായിരുന്നു. പക്ഷെ ഒരു ചായ ഉണ്ടാക്കാൻ പോലും അദ്ദേഹത്തിന് അറിയില്ല. കാരണം കിച്ചണിൽ കയറിയിട്ടില്ല, അടുക്കളയിൽ കയറിയിട്ടില്ല, പണിക്കാരുണ്ട്. ഭാര്യ പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം തകർന്നു. എന്താ കാരണമെന്നറിയാമോ? ജീവിച്ചിരുന്നപ്പോൾ ഭാര്യയുടെ വില ഭർത്താവ് അറിഞ്ഞില്ല, ഭർത്താവിന്റെ വില ഭാര്യ അറിഞ്ഞു. വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ പിന്നെ അതറിയില്ല, പിന്നെ അത് മറന്നുപോയി. കറി കിടക്കണ കരിവേപ്പില പോലെ ഭാര്യ ഭർത്താവിനെ കാണും, ഭർത്താവ് ഭാര്യയെ കാണും. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ കർത്താവ് ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ദുഷ്ടൻ കയറി വന്നിട്ട് നശിപ്പിക്കാൻ നോക്കും. പക്ഷെ നമ്മളത് തിരിച്ചറിയില്ല. ഉണ്ടാട്ടമില്ല, സ്നേഹമായൊരു വാക്കില്ല, ഒരുമിച്ച് യാത്ര ചെയ്യില്ല. ഒരു പാർട്ടിക്ക് എന്തിനെങ്കിലും വേറെ സ്ഥലത്ത് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകും. ഓക്കെ, വിവാഹം കഴിഞ്ഞിടയ്ക്ക് അങ്ങനെയാണോ? ഒരുമിച്ച് കൈകോർത്ത് അല്ലെ, തോളിൽ കൈയിട്ടൊക്കെ പോകും. പിന്നെ മുമ്പും പുറവായിട്ട് നടക്കും. എന്തൊരു ജീവിതമാണല്ലേ അങ്ങനെ. പക്ഷെ വിട്ടു പോകുമ്പോൾ ഇതിൻ്റെ വില അറിയണം. അങ്ങനെ ഞാൻ ഒരു ദിവസം ഈ വല്യപ്പച്ചനാണല്ലേ, ഈ വീട്ടിൽ ഞാൻ പോകാൻ ഇടയായി. അങ്ങനെ ഞാൻ ഗേറ്റ് തുറന്ന് ഞാനിങ്ങനെ പോയി വീട്ടിലേക്ക് കയറാൻ പോകുമ്പോൾ ഈ വല്യപ്പച്ചൻ ഈ ഒരു ജനലുണ്ട്, ബെഡ്റൂമിൽ ജനൽ തുറന്നിട്ടുണ്ട്, റോഡിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ കണ്ടുറങ്ങിച്ച് എന്താ വല്യപ്പച്ച റോഡിലേക്ക് നോക്കി, ആരെ കാണാൻ, ആരാണോ? എന്നിട്ട് എന്നോട് പറയുന്നത്, ഞാൻ നേരം വെളുത്ത് എഴുന്നേറ്റ ഒരു കാപ്പി കുടിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല, എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഒരു മകള് വന്ന് അവിടെ നിൽപ്പുണ്ട്, കെട്ടിച്ച വിട്ട് മകളാണ്. അവൾക്ക് ജോലിക്ക് പോകണം, ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. ഇത് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വല്യപ്പച്ചൻ നിൽക്കുന്നത് ഈ ജനലിന്റെ മുമ്പിലാണ്. ഈ ജനലിന്റെ മുമ്പിൽ നോക്കിയിട്ട് ഭാര്യയെ ഓർത്ത് കണ്ണീര്. ജീവിച്ചിരുന്നപ്പോൾ അവളുടെ വില വല്യപ്പച്ചനെ മനസ്സിലായി. വിട്ടുപോയപ്പോൾ ഒറ്റപ്പെട്ടു പോയി. ദുഃഖം ഉണ്ടാൻ പോലും, വഴക്ക് പിടിക്കാൻ പോലും ആളില്ലല്ലോ എന്നുള്ള ദുഃഖം. വഴിയെ പോകുന്നവരെ നോക്കിക്കൊണ്ട് നിൽക്കുക, ആരുമില്ല.
ആരുമില്ല. എത്രയോ മണിക്കൂറുകളോളം. ആലോചിച്ച് നോക്കി, എത്ര ദയനീയമായ അവസ്ഥയാണല്ലേ. അപ്പൊ ഞാൻ എന്താ പറയണെന്നറിയാം, നമ്മളൊക്കെ പുരുഷന്മാരാണ്, വിവാഹം കഴിച്ചു. നമ്മൾ വേണം ആദ്യം ഈ ഭൂമി വിട്ടു പോകാൻ. ഭാര്യ ജീവിക്കണം. ഭാര്യ പോയിട്ട് നമ്മൾ ജീവിക്കാന്ന് വെച്ചാൽ അത് വളരെ നടക്കില്ല. ഒരപ്പൻ, ഈ അപ്പന്റെ കാര്യം തന്നെ എടുത്തോളൂ. 3-4 മക്കളുണ്ട്. എങ്ങനെ അവരെ വീട്ടിൽ പോയി നിൽക്കും? മകനുണ്ട്, മകളുണ്ട്, ഒക്കെ കെട്ടിച്ച് ഓരോ സ്ഥലത്താണ്. അവിടെ നിൽക്കാൻ പറ്റുമോ? മകന്റെ വീട്ടിലാണെങ്കിലും മകന്റെ ഭാര്യ ഈ അപ്പന്റെ മകളാണോ? ഇല്ല. അവിടെയും കാണും ഒരു ചെറുകുറുപ്പ്. മകളുടെ വീട്ടിൽ പോയി നിൽക്കാന്ന് കരുതിയാലും അവളുടെ ഭർത്താവ് ഈ അപ്പന്റെ മകനാണോ? അവിടെയും കാണും ഒരു പെറുകുറുപ്പ്. ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. അതേസമയം അമ്മയാണെങ്കിലോ അതിനവിടെ കേഴിച്ചെല്ലാൻ പറ്റും. അവരുടെ കൂടെ നിൽക്കാൻ പറ്റും. അവിടുത്തെ ചില ജോലികളൊക്കെ ചെയ്ത്, അടുക്കളപ്പണിയൊക്കെ ചെയ്ത് അവർ മോളെ സഹായിക്കാം. അല്ലെ ആ മോന്റെ മരുമകളെ സഹായിക്കാം. അപ്പനത് പറ്റില്ല. അപ്പന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പന അവിടെ വെറുതെ ഇരിക്കുമ്പോ അവിടെ തീർന്നു തുടങ്ങും. ആലോചിച്ച് നോക്കിയേ, കണ്ണീര് എടുക്കാത്ത ദിവസം. അതിപ്പോ ഏതോ സ്വന്തം കുടുംബം തന്നെ. പട്ടിണിയെങ്കിൽ പട്ടിണി, ചായ കിട്ടുന്നില്ലെങ്കിൽ ചായ വേണ്ട, കട്ടിലേ കിടന്ന് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. അത്രയും മാത്രം. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഭാര്യ ആദ്യമേ പോയിട്ട് ഭർത്താവ് ഒറ്റപ്പെട്ടു പോയാൽ ആലോചിക്കാൻ പറ്റില്ല. ഇത്രയേറെ സങ്കടകരമായ ജീവിതമാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നുണ്ടോ, എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു, എൻ്റെ സഹോദരന്മാർക്കും ഞാൻ നിന്ദന പാത്രമായി, കൊച്ചു കുട്ടികൾ പോലും എന്നെ പുച്ഛിക്കുന്നു. കൊച്ചു കുട്ടികൾ പോലും ജോബിനെ പുച്ഛിച്ച് തള്ളുന്നു. എന്നെ കാണുമ്പോൾ അവർ പരിഹസിക്കുന്നു. ഇതാണ് ഒരു ഭാര്യയില്ലാത്ത ഭർത്താവിൻ്റെ ജീവിതവും. പരിഹസിക്കും, കുറ്റപ്പെടുത്തും. ഭാര്യ ഉണ്ടായപ്പോൾ എങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താനേ ആൾക്കാരുണ്ടാവുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ പോലും എന്നിൽ നിന്നും അറപ്പോടെ അകലുന്നു. നോക്കിയേ, യോബ് പറയുന്ന എൻ്റെ സ്നേഹിതന്മാർ പോലും അറപ്പോടെ എന്നിൽ നിന്നും അകന്നു പോകും. കാരണം രോഗം, ശരീരം മുഴുവൻ വ്രണങ്ങളാണല്ലോ. അപ്പൊ രോഗം മൂലം എല്ലാവർക്കും അറപ്പുമായി തുടങ്ങി. ഹല്ലേലൂയ. ഞാൻ സ്നേഹിച്ചവർ എനിക്കെതിരെ തിരിഞ്ഞു. യോബ് ജീവിച്ചിരുന്നപ്പോൾ നല്ല കാലത്ത് അവന്റെ കൂടെ നടന്നവരൊക്കെ ഇപ്പൊ എല്ലാം തിരിഞ്ഞു ഒറ്റപ്പെട്ടു പോയി. ആരും ഇല്ലാണ്ടാതെ എൻ്റെ അസ്ഥി മാംസത്തോട് ഒട്ടിയിരിക്കുന്നു. എന്താ, ക്ഷീണിച്ച് അവശതയായി. ജീവിതവാക്യം, എൻ്റെ അസ്ഥി മാംസത്തോടെ ഒട്ടിരിക്കുന്നു, ക്ഷീണിച്ച് അവശതയായി. രോഗം മൂലം ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ട് വളരെ ദയനീയമായ അവസ്ഥയും. ഇതെല്ലാം നമ്മുടെ കുടുംബജീവിതത്തിൽ വരാൻ സാധ്യതയില്ല. ഹല്ലേലൂയ. ജീവൻ പോയിട്ടില്ല എന്ന് നോക്കി, ജീവനുണ്ട്, ജീവൻ പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. യോബ് പറയുന്നു, ജീവനുണ്ട്. ദൈവമായ കർത്താവ് തന്ന ജീവൻ, അത് മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. എല്ലാവരും ഭാര്യ പോലും അകന്നു പോയി. എന്താണ് നോക്കണല്ലേ, 19 വാക്യത്തില് 19 അധ്യായത്തില് 17 വാക്യം, എൻ്റെ ഭാര്യ എന്നോട് അറപ്പ് കാട്ടുന്നു, വെറുപ്പായിപ്പോയി. സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പ്രിയ സ്നേഹിതരെ, എന്നോട് കരുണയുണ്ടാകണമേ.
യോബിൻ്റെ സങ്കടത്തോടെയുള്ള പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥന? എൻ്റെ പ്രിയ സ്നേഹിതരെ, എന്നോട് കരുണയുണ്ടാകണമേ, കരുണയുണ്ടാകണമേ. എല്ലാവരാലും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ സ്നേഹിതന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്, എന്നോട് കരുണ തോന്നണമേ. കാരണം ജീവിത പങ്കാളി വരെ എന്തൊരു ജീവിതമല്ലേ, ദൈനികവും. ഇതുപോലെ എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാമോ? നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. എത്ര കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാര് പിണ്ടാണ്ട് മുഖം തിരിഞ്ഞ് മുഖം കറുപ്പിച്ച് നടക്കും. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവത്തിന്റെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ജോബ് പറയണം, ദൈവത്തിന്റെ കരം എൻ്റെ മേൽ പതിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ് ഇപ്പോൾ ജോബിന് വന്നിരിക്കുന്നത്. ദൈവത്തെ പോലെ നിങ്ങളും എന്നെ എൻ്റെ മാംസം കൊണ്ട് നിങ്ങൾക്ക് തൃപ്തി വരുത്താതെ, നിങ്ങളുടെ മാംസം, എൻ്റെ മാംസം കൊണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് തൃപ്തി വരാത്തത് എന്തുകൊണ്ട്? എൻ്റെ വാക്കുകൾ എഴുതപ്പെട്ടിരുന്നെങ്കിൽ അവ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ, എൻ്റെ വാക്കുകളും പ്രവൃത്തികളും ഒരു പുസ്തകത്തിൽ എഴുതി രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഞാൻ അറിയുന്നു. എൻ്റെ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എന്നിട്ട് വീണ്ടും ജോബ് പറയുന്നു 26-ാം വാക്യം, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതെ ആയാലും എൻ്റെ മാംസത്തിൽ നിന്നും ഞാൻ എൻ്റെ ദൈവത്തെ കാണും. എൻ്റെ ശരീരം, മാംസം അഴുകി ഇല്ലാതെ ആയാലും ഞാൻ എൻ്റെ ദൈവത്തെ കാണും, സ്തുതിക്കും, മഹത്വപ്പെടുത്തും. അത് മാത്രമേ നമുക്കുണ്ടാകൂ. ഓരോ അപ്പനും അമ്മയ്ക്കും അവസാനം ഈ ദൈവമായ കർത്താവെ നമ്മുടെ കൂടെ ഉണ്ടാകുന്നു. കാരണം അവനിൽ ചതിയില്ല, അവനിൽ വഞ്ചനയില്ല, അവന് സ്നേഹിക്കാൻ മാത്രമേ അറിയാവൂ. യേശുനാഥൻ സ്നേഹമാണ്. അവൻ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് അവനെ മാത്രമേ നമുക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ. സ്വന്തം ഭാര്യയെ പോലും നമുക്ക് കെട്ടിപ്പിടിക്കാൻ പറ്റില്ല. പ്രായമായി കഴിഞ്ഞാൽ വരില്ല, ഉറപ്പായിട്ട് നീപ്പിക്കൊള്ളു. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. ഹല്ലേലൂയ. പറയണ, എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതെ ആയാലും എൻ്റെ മാംസത്തിൽ നിന്നും ഞാൻ എൻ്റെ ദൈവത്തെ കാണും. അവിടത്തെ ഞാൻ എൻ്റെ പക്ഷത്തെ കാണും. അവിടത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് ഉണ്ട്. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. എൻ്റെ കണ്ണുകൾ ദർശിക്കും, എൻ്റെ ഹൃദയം തളരുന്നു. എൻ്റെ കണ്ണുകൾ ദർശിക്കും, എൻ്റെ ഹൃദയം തളരുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദൈവകാരുണ്യേശ്വരയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ജോബിന്റെ കുടുംബത്തെ പറ്റി ധ്യാനിച്ചു കൊണ്ടുപോകുന്ന ഇന്നേക്ക് 17-ാം ദിവസം നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവേ, ഞങ്ങളെല്ലാവരെയും കേൾക്കുന്ന മക്കളെല്ലാം ഒരു ഉപകരണമാക്കി യേശുനാഥ അവിടെ ഏറ്റെടുക്കണമേ എന്നും അനുഗ്രഹിക്കണമേ എന്നും അവിടുത്തെ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുമ്പോൾ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും ശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ആവേ മരിയ.
പാപത്തിൻ വഴികൾ ഞാൻ ശ്രമിച്ചു വെടിയുവാൻ, പാപത്തിൽ തന്നെ പതിച്ചു. പ്രാർത്ഥനയിൽ അനുദിനം വളരാൻ നോക്കി ഞാൻ, ചില നാൾ ജപങ്ങൾ മുടങ്ങി. നന്നായൊരുങ്ങാതെ പാപമേറ്റു പറയാതെ പല നാൾ കുർബാനയുണ്ടു. ഉള്ളം കാണുന്ന നാഥ, പാപം പൊറുക്കൂ നാഥ. ജീവിതയാത്ര തൻ ലക്ഷ്യം മറന്നു ഞാൻ, അതിദൂരം ഓടി വിവശനായി. വേല ചെയ്തു വലഞ്ഞെന്റെ പാണികൾ തളർന്നു പോയി, ഫലമൊന്നുമില്ലാതെ മനസ്സും. മാറാത്ത വ്യാധികൾ എന്നിൽ പടരവേ, നോവേറ്റു പിടയുന്നു ഞാൻ. ഉള്ളം കാണുന്ന നാഥ, കാരുണ്യമേകൂ നാഥ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെയേറെ നാളായി മനസ്സിന്റെ കോണിൽ മായാതെ നീറിടും വേദനകൾ. വന്നിടു കേൾക്കുവാനാ എന്നേശുവേ. ഉള്ളിനുള്ളിലുണ്ടേറെ നൊമ്പരങ്ങൾ നാഥ, കേട്ടിടുവാൻ നീ മാത്രമുള്ളൂ. ഏറെയേറെ നാളായി മനസ്സിന്റെ കോണിൽ മായാതെ നീറിടും വേദനകൾ. വന്നിടു കേൾക്കുവാനാ എന്നേശുവേ.